ഇന്നലെ രാത്രി പോയാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചതാണ് ഇവിടെ അൽമീറയിൽ പോയിട്ട്. ഇപ്പോൾ രാവിലെ പറയാണ് സാധനങ്ങൾ കുറവുണ്ട്, അത് മേടിച്ചിട്ടില്ല ഇത് മേടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഫോൺ ചെയ്ത് കണ്ട് പറയാം. കാരണം ഈ കാർഡിൽ ATM കാർഡിൽ മേടിക്കുന്ന സമയത്ത് അവർക്ക് ഒറ്റ പ്രാവശ്യം ആ ബില്ലാണ് ചെന്നാൽ മതി. 2-3 പ്രാവശ്യം ചെല്ലുമ്പോൾ ചോദിക്കും ഇതെന്താണ് 2 മേടിച്ച് 3 മേടിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയലുണ്ട്, സാധനത്തിന് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയാല്ലേ എഴുതി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് തരിക എന്നുള്ളത്. ഇന്നലെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത് അവരിനാണ് പോയത്. ഇപ്പോൾ 2ാം പ്രാവശ്യം മേടിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇപ്പോൾ മെസ്സേജ് ചെല്ലുമ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയില്ല. മെസ്സേജ് ചെല്ലണ അമ്മയത്ത് പറയും ഇന്നലെ രാത്രിയല്ല സാധനം വാങ്ങിച്ചത്. ഇപ്പോൾ നേരം വെളുത്തപ്പോൾ പിന്നെയും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയോ. ഇവിടെ ഈ സിഗ്നലിൽ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് ബാങ്ക് കാർഡ് എടുത്തിട്ടില്ലാന്ന്. ബാങ്ക് കാർഡ് എടുക്കാൻ മറന്ന് സാധനം ഒരു 5-6 ഐറ്റംസ് സാധനങ്ങൾ ഒക്കെ എഴുതി വന്നപ്പോൾ തന്നെ ബാങ്ക് കാർഡ് എടുക്കാൻ വേണ്ടി മറന്നു. ഇനിയിപ്പോൾ അത് 2ാം പ്രാവശ്യം അവിടെ തന്നെ റൂമിൽ തന്നെ പോകണം. റൂമിൽ പോയിട്ട് സാധനം എടുത്തുകൊണ്ട് വരട്ടെ, അതൊക്കെ നടക്കുള്ളൂ. അപ്പം എനിക്ക് ഓർമ്മയായത് അവിടുന്ന് വിളിച്ച് പറയായിരുന്നേ, നമ്മുടെ റൂമിലുള്ള ആശിമ വിളിച്ചുകൊണ്ട് പറയായിരുന്നേ ബാങ്ക് കാർഡ് എടുത്തിട്ട് ചെല്ലക്കാം, ഞാൻ വന്നിട്ട് ബാങ്ക് കാർഡ് എടുത്തിട്ട് പോകാം. ഇനിയിപ്പോൾ റൂമിൽ പോവാണ്. കാർഡ് എടുത്തുകൊണ്ട് വരാം. നല്ല വെയിലായി ചെയ്തിട്ട് അത് അസീസ് വന്ന ആദ്യയില് സാധനം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ സ്വിച്ച് ഓൺ ആയിക്കാം. ആശിമ വിളിച്ച് പറഞ്ഞതിനെ കൊണ്ട് ബാഗ് തിരിച്ചു പോകുന്നത്. അല്ല അതിന് പൈസ അടച്ചതിന് ശേഷം മറ്റേ ബില്ലടച്ചതിന് ശേഷമാണ് ഇക്കാരോ പിന്നെ ആകെ മാപ്പിട്ട് വെക്കല്. അത് എടുക്കാതെ അവിടെ വെച്ചുകൊണ്ട് പോയിക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടടക്കലില്ല. ആദ്യം നമ്മൾ കൊണ്ടടക്കലുണ്ടായിരുന്നു, നമ്മൾ പേസ്റ്റ് തന്നെ വെക്കലായിരുന്നു. ഇപ്പോൾ 2 ആൾ 3 ആളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നതിൻ്റെ ശേഷമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ആരാ ഉള്ളത് അവർക്ക് പോയാണ് സാധനം വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എടുത്തുകൊണ്ട് പോകാതെ നടക്കണമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്താകുന്നുണ്ടെങ്കിലോ റൂമിൽ 2 ആളുണ്ടാവും. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ പോയാണ്ട് മേടിച്ചും ചെയ്യാം. കൊണ്ടുനടക്കുന്ന പരിപാടി നോക്കും. തിരിച്ചിപ്പോൾ അതേമാതിരി തന്നെ അതുപോലെ ഇനിയും പോകണം. നമ്മൾ അടുത്തുള്ള അൽമീരക്കാണ് പോകുന്നത്. അവിടെയാണ് സുഖം. അൽമീര നമ്മളെ അടുത്തുള്ള അൽമീര ഇപ്പോൾ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. പുതുക്കിങ്ങാണ്ട് പണിത് നല്ല മോഡലൊക്കെ മാറ്റിയിട്ടുണ്ട്. അൽമീരിനുള്ളിൽ നിന്ന് 1-ാം തീയതിനെ കൊണ്ട് തിരക്ക് ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവില്ല. വൈകുന്നേരം തിരക്കുണ്ടാവില്ല. കുക്കിംഗ് ക്രീം എടുക്കാണ്ട് കുക്കിംഗ് ക്രീം കുക്കിംഗ് ക്രീം എടുക്കാം. മാഗിൻ്റെ സെക്ഷൻ അവിടെയാണ്. മാഗിൻ്റെ സെക്ഷനാണ്. മാഗി ലാർജ് ഗ്ലൗസ് വേണമെന്നാണ്. എക്സ് ലാർജ് ഒനിയൻ പൊടി വേണമെന്നാണ്. ഉള്ളിൻ്റെ പൊടിയാണത്. ഇഞ്ചിൻ്റെ പൊടിയാണ്.
പുളി വാങ്ങിക്കാൻ പറഞ്ഞു. പുളി കൊടുക്കാം. പുളിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. ഈ ബേക്കിംഗ് പൗഡർ വാങ്ങിക്കാറുണ്ട്. ബേക്കിംഗ് പൗഡർ ഇവിടെ ഈ ഭാഗത്ത് കൂടെ ഇടാം. പുതിയ അൽമീർ സ്റ്റാൻഡുകളൊക്കെ മാറ്റിയതിനെ കൊണ്ട് സാധനങ്ങൾ പല സ്ഥലത്താണ്. അപ്പോൾ ഇത് ചോദിച്ച് സാധനം എടുക്കണേ നടക്കും. ബേക്കിംഗ് പൗഡർ കുറച്ച് ദൂരത്തെ കിടക്കും. ഓക്കെ, ബേക്കിംഗ് പൗഡറിൻ്റെ സെക്ഷൻ ബേക്കിംഗ് പൗഡറിൻ്റെ ഒരു ടിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മൈദപ്പൊടിൻ്റെ പാക്കറ്റിൻ്റെ കൂടെ രണ്ട് കിലോ ഉണ്ട്. ഒരു പാക്കറ്റ് എടുക്കും. ചക്കിയാട്ടൻ്റെ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇനി നേരെ കാഷ്യർ എടുത്ത് പോകും. हाँ, डेली डालना पड़ेगा. സാധനങ്ങൾ വാങ്ങിച്ച് വണ്ടിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. നേരെ നല്ല ചൂടാണ് പുറത്ത്. തുടക്കം തന്നെ നല്ല ചൂടാണ്. $100 റിയാലിൻ്റെ ബില്ലായിട്ടുണ്ട്. വിളി വന്നിട്ടില്ല. എന്നിട്ട് വ്യാഴാഴ്ച അതിനെ കൊണ്ട് കിടന്ന് ഉറങ്ങാടേക്കാരം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കും. ഇന്നലെ രാത്രി സാധനം വാങ്ങിച്ചില്ലേ, പിന്നെ എപ്പം പോയാണ് പിന്നെ രാവിലെ സാധനം വാങ്ങിച്ചത്. ഒരു പണിയില്ല, മൊബൈലിൽ തടില്ല, കണ്ടിട്ട് അങ്ങനെ ചിരിക്കാൻ. അതെൻ്റെ പരിപാടി. വേറെ ഒരു പരിപാടിയില്ല ഇവിടെ. ഈ ഒരു നീളത്തിലുള്ള കിടത്തം തന്നെ. ടി വിയും കാണുക, മൊബൈലും കാണുക, തോണ്ടിയും കൊണ്ട് കിടക്കുക.